എല്ലാ പ്രേക്ഷകർക്കും ചൈതന്യവത്തായ വിഷു ആശംസകൾ. ഐശ്വര്യസമ്പുഷ്ടമായ ദിവ്യമായൊരു വിഷുദിനത്തിലേക്കാണ് ഇത്തവണ മാന്യ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. വിഷു ഏറ്റവും മംഗളകരമായ രൂപം കണി കണ്ടുണരാനാണ് ഏവർക്കും മോഹം. കണി കാണലിനാണ് വിഷുദിനത്തിൽ ഏറ്റവും പ്രാധാന്യം. വരും വർഷത്തെ പ്രാർത്ഥനാപൂർവം വരവേൽക്കുകയാണ് വിഷുക്കണി കാണുന്നതിലൂടെ നാം ഏവരും. കേരളീയരായ നമുക്കിത് സൗഭാഗ്യങ്ങളുടെ ജീവകാഴ്ചയാണ്. പീതാംബര മുരളീലയമാവണം. കസ്തൂരീ തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ജഗലയൻ കണ്ഠേജ മുക്താവലിം ഗോപസ്ത്രീവരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂടാമണി. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിഷുദിന ആശംസകൾ. ഖഗോളത്തിൽ സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. ഇത് ദൃശ്യ അർദ്ധഗോളം എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ അദൃശ്യമായ ഒരു അർദ്ധഗോളം ഭൂമിക്ക് താഴെ ഉണ്ട്. ഈ ദൃശ്യാർത്ഥത്തെയും അദൃശ്യാർത്ഥത്തെയും വേർതിരിക്കുന്ന ചക്രവാളം. ഈ രണ്ട് അർദ്ധഗോളങ്ങൾ ചേരുന്നത് അതിനെയാണ് ഖഗോളം അല്ലെങ്കിൽ സെലസ്റ്റിയൽ സ്ഫിയർ എന്ന് പറയുന്നത്. ഈ സെലസ്റ്റിയൽ സ്ഫിയറിൻ്റെ മധ്യത്തിലായിട്ട് ഭൂമി, ഈ ഭൂമിയുടെ മധ്യരേഖയിൽ കൂടി കടന്നു പോകുന്ന ഒരു വൃത്തം, ആ വൃത്തത്തിന് നേരെ മുകളിലായി ഖഗോളത്തിൽ ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിൻ്റെ പേരാണ് വിഷുവദ് വൃത്തം. ഈ വിഷുവദ് വൃത്തത്തിന് 23.5 ഡിഗ്രി ചരിഞ്ഞ് സൂര്യൻ ഭൂമിക്ക് ആപേക്ഷികമായി സഞ്ചരിക്കുന്ന ആ പഥത്തിനാണ് ക്രാന്തിവൃത്തം എന്ന് പറയുന്നത്. സൂര്യൻ ദക്ഷിണായനം കഴിഞ്ഞ് ഡിസംബർ 22 ശേഷം ഉത്തരാർദ്ധഗോളത്തിലേക്ക് കടക്കുമ്പോൾ മാർച്ച് 21 ആ ദിവസമാണ് ഈ വിഷുവദ് വൃത്തവും ക്രാന്തിവൃത്തവും തമ്മിൽ ഖണ്ഡിക്കുന്ന ബിന്ദുവിൽ എത്തിച്ചേരുന്നത്. അത് കഴിഞ്ഞ് സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലേക്ക് കടന്ന് ജൂൺ 22 ഏറ്റവും വടക്ക് ചെന്നിട്ട് തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും. സെപ്റ്റംബർ 22 വീണ്ടും തുലാ ആദിയിൽ, അതിനുശേഷം വീണ്ടും തെക്കോട്ട് സഞ്ചരിച്ച് ഡിസംബർ 22 ഏറ്റവും തെക്ക് ചെന്നിട്ട് വടക്കോട്ട് വന്ന് മാർച്ച് 21 വീണ്ടും ഈ മേഷാദിയിൽ എത്തിച്ചേരും. ദക്ഷിണായന കഴിഞ്ഞ് മധ്യരേഖയിൽ വരുന്ന ആ ദിവസം മാർച്ച് 21 സൂര്യൻ മേഷാദിയിലെത്തുന്നു. ഈ മേഷാദി അത് സഞ്ചരിക്കുന്നതുകൊണ്ട് അതിന് ചരമേഷാദി എന്നാണ് പറയുന്നത്. ഈ ചരമേഷാദിയും സ്ഥിരമേഷാദിയും BC 3102 ഫെബ്രുവരി 18 വെള്ളിയാഴ്ച, അതായത് ദ്വാപരയുഗത്തിൻ്റെ അവസാനം, ഈ ബിന്ദുക്കൾ ചരസ്ഥിര മേഷാദികൾ അശ്വതി നക്ഷത്രത്തിൻ്റെ ആരംഭ ബിന്ദുവിലായിരുന്നു. അതിനുശേഷം ഓരോ വർഷവും 50.3 സെക്കൻഡ് വീതം ഇത് ചലിച്ചുകൊണ്ടിരിക്കും. 1800 വർഷം കഴിഞ്ഞപ്പോൾ ഈ ചരമേഷാദി കാർത്തിക നക്ഷത്രത്തിലായിരുന്നു നിന്നത്. 1800 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ചരമേഷാദി സ്ഥിരമേഷാദിയിൽ തിരിച്ചെത്തുന്നു.
അതിനുശേഷം ഈ ചരമേഷാദി പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു. മാർച്ച് 21 ആ ചരമേഷാദി ഉത്രട്ടാദിയുടെ ആരംഭ ബിന്ദുവിലാണ് നിൽക്കുന്നത്. ഉത്രട്ടാദിയുടെ ആരംഭത്തിൽ നിന്നും സ്ഥിരമേഷാദിയായ അശ്വിന്യാദിയിലേക്ക് 24 ഡിഗ്രി ആണുള്ളത്. ഈ വ്യത്യാസത്തിനെയാണ് അയനാംശം എന്ന് പറയുന്നത്. ചരമേഷാദിയിൽ നിന്നും സ്ഥിരമേഷാദിയിലേക്ക് സൂര്യൻ വരുന്നതിന് 24 ഡിഗ്രി സഞ്ചരിക്കണം. 1 ഡിഗ്രി ഒരു ദിവസം സഞ്ചരിക്കുമ്പോൾ 24 ദിവസം കൊണ്ടാണ് സൂര്യൻ ഈ ചരമേഷാദിയിൽ നിന്നും സ്ഥിരമേഷാദിയിൽ എത്തുന്നത്. ഈ സ്ഥിരമേഷാദിയാണ് ഭാരതത്തിൽ മറ്റ് ഗ്രഹങ്ങളിലേക്ക് ഉള്ള ദൂരം അളക്കുന്നതിന് ആരംഭ ബിന്ദുവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. മാർച്ച് 21 ശേഷം 24 ദിവസം കഴിയുമ്പോൾ ഏപ്രിൽ 14, ഈ ഏപ്രിൽ 14 സൂര്യൻ സ്ഥിരമേഷാദിയിലെത്തുന്നത്. ആ സ്ഥിരമേഷാദിയിൽ എത്തുന്ന ആ സമയം അതാണ് വർഷാരംഭമായിട്ട് ഭാരതത്തിൽ കണക്കാക്കിയിരുന്നത്. മേഷസംക്രമത്തിന് ശേഷം ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ആദ്യമായി കാണുന്ന ആ കണി, അതിനാണ് വിഷുക്കണി എന്ന് പറയുന്നത്. ആ വർഷാരംഭത്തിൽ തന്നെ കാണുന്ന ആ കണി വളരെ ശുഭപ്രദമാണെങ്കിൽ ആ വർഷം മുഴുവൻ ഐശ്വര്യപ്രദമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ആഴ്ച ക്ഷേത്രങ്ങളിലേക്കല്ല, പകരം എന്നോടൊപ്പം ക്ഷണിക്കുകയാണ് ഞാൻ എല്ലാവരെയും. നിങ്ങൾക്കായി മനോഹരമായ വിഷുക്കണി ഒരുക്കി കാത്തിരിക്കുകയാണ് ഞാൻ. നമുക്ക് ആ വിഷുപ്പുലരിയിലൂടെ നീ യാത്ര ചെയ്യാം. നന്മ നിറഞ്ഞ ഐശ്വര്യസമ്പുഷ്ടമായ ഒരു യാത്ര. വിഷുദിനത്തിൽ ആദ്യം വന്നു കയറുന്നയാളിന്റെ നന്മ ഒരു കൊല്ലം മുഴുവൻ നീണ്ടു നിൽക്കും. കാലാകാലങ്ങളിൽ നന്മയും സമൃദ്ധിയും നിലനിർത്താനായി ഭഗവാൻ തന്നെ വന്ന് കയറിയാലോ? ഈ ഭൂമിയിൽ എവിടെ ജീവിച്ചിരുന്നാലും മലയാള മണ്ണിന്റെ നൈർമല്യവും കേരളത്തനിമയും ചോർന്നു പോവാതെ നമ്മുടെ സംസ്കാരത്തിലൂടെ സ്വപ്നാടനത്തിൽ എന്ന പോലെ സഞ്ചരിക്കുന്ന ഒരു പെൺകിടാവിനൊപ്പം നമുക്കും കൂടിയാലോ? ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും എല്ലാറ്റിനുമുപരിയായി സ്നേഹത്തിന്റെയും പ്രതീകമായാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ അനാദികാലം മുതൽ നമ്മൾ അറിയുന്നത്. സർവേശ്വരനായ ഭഗവാൻ അഭൗമമായ പ്രകാശം പരത്തി സർവവ്യാപിയായി നമുക്കിടയിലൂടെ അങ്ങനെ മഞ്ഞത്തുകിൽ ചാർത്തി ചുണ്ടിൽ കള്ളച്ചിരിയും തിരുമുടിയിൽ മയിൽപീലിയും കയ്യിൽ ഓടക്കുഴലും കാലിൽ ചിലമ്പും ചാർത്തിയ ദിവ്യ കൈശോരവേഷം കണി കണ്ടുണരുന്ന ദ്വാപരയുഗം അകലങ്ങളിലേക്ക് കടന്നുപോയി. ഭക്തകോടികളുടെ മനസ്സിന്റെ വൃന്ദാവനിയിൽ ബാലഗോപാല രൂപം എന്നും ആനന്ദ നടനം ചെയ്യുന്നു. തപസ്യയോടെ ആര് അവിടുത്തെ ഓർമ്മിക്കുന്നുവോ സ്മരിക്കുന്നുവോ അവർക്ക് മുന്നിൽ ഭഗവാൻ
സദാ അവതരിക്കുന്നു. തന്റെ ലീലകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് മുന്നിലും ഈ ലീല തുടരുക തന്നെ ചെയ്യും. തീവ്രമായ ഭഗവത് ഭക്തിക്ക് മുന്നിൽ അർത്ഥസമ്പുഷ്ടമാവുന്നൊരു ദിനം. കണ്ണനെ തേടുന്ന രാധേ, കുഴൽ വിളിക്കായി കാതോർത്ത രാധേ, കണ്ണനെ തേടുന്ന രാധേ, കുഴൽ വിളിക്കായി കാതോർത്ത രാധേ, കാളിന്തി തീരത്ത് ആടിത്തിമിർത്തൊരു രതിഭാവങ്ങൾ മറന്നോ, കണ്ണനീരാധയെ മറന്നോ, കണ്ണനെ തേടുന്ന രാധേ, കുഴൽ വിളിക്കായി കാതോർത്ത രാധേ. വിരഹവും പ്രണയവും നിന്നിലേതോ വേദനയൂറും വികാരമായി, വിരഹവും പ്രണയവും നിന്നിലേതോ വേദനയൂറും വികാരമായി, രാധതൻ രാധതൻ പ്രേമാർദ്ര പൂജകളെല്ലാം വ്യർത്ഥമായി. കാലങ്ങളായി തുടർന്നു പോരുന്ന ആചാരങ്ങളിലൂടെ വിഷു നമ്മുടെ വർഷാരംഭം സമ്പുഷ്ടമാക്കുമ്പോൾ ഇതുമായി ഏറെ അടുത്തു നിൽക്കുന്ന ഉത്സവങ്ങളാണ്
ആസാംകാർക്ക് ബിഹുവും പഞ്ചാബികൾക്ക് ബൈശാഖി ഉത്സവവും. നവനീതാംബരഹര ശ്രീകൃഷ്ണ ഗുരുവായൂർ പവനപുരീശ നമോ. ഈ വിഷു ദിവസം കണി കാണുന്നതിനായിട്ട് നമ്മൾ ശ്രീകൃഷ്ണനെയാണ് സ്വീകരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഗീതയിൽ പറയുന്നുണ്ട്, അനന്യശ്ചിന്തയന്തോ മാം യേ ജനഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യമായിട്ട് മറ്റൊരു ചിന്തയുമില്ലാതെ എന്നെ തന്നെ ദിനം പ്രതി ഉപാസിക്കുന്നവരുടെ സകല കാര്യങ്ങളും ഞാൻ തന്നെ നോക്കും. ഭഗവാൻ തന്നെ നമ്മുടെ ഓരോ കാര്യവും നോക്കാനുണ്ടെങ്കിൽ നമുക്ക് വിഷമവും ബുദ്ധിമുട്ടും ഒന്നുമില്ല. അപ്പോൾ ഈ വർഷാരംഭത്തിൽ മേടം 1 വിഷുക്കണി കാണുന്ന ശുഭദിനത്തിൽ ഭഗവാനെ ദർശിച്ചുകൊണ്ട് നമ്മൾ ആ വർഷം തന്നെയല്ല, ജീവിതകാലം മുഴുവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിന് ഭഗവാൻ നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും. മനുഷ്യനും മണ്ണും തമ്മിലുള്ള വൈകാരികമായ അടുപ്പത്തെ പ്രഖ്യാപനം ചെയ്യുന്ന ഉത്സവമാണ് വിഷു. സൂര്യോദയത്തിന് മുൻപേ സംക്രമ മുഹൂർത്തം വന്നാൽ വിഷു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീ വിഷുക്കണി ഒരുക്കി പുലർച്ചെ ആദ്യം കണി കണ്ടതിന് ശേഷം മറ്റു കുടുംബാംഗങ്ങളെ കണി കാണിക്കുന്നു. സർവാലങ്കാര ഭൂഷിതനായ ഭഗവാന് മുന്നിൽ നിറഞ്ഞു കത്തുന്ന നിലവിളക്കിന്റെ പ്രഭയിൽ ഓട്ടുരുളിയിൽ കൊന്നപ്പൂവ്, ചക്ക, മാങ്ങ, പഴം, പച്ചക്കറികൾ, അഷ്ടമംഗല്യം, കിണ്ടിയിൽ ഞൊറിഞ്ഞ മുണ്ട്, നിറപറ, എല്ലാറ്റിനുമുപരിയായി ദേവിയുടെ പ്രതീകമായി വാൽക്കണ്ണാടി. ഇങ്ങനെ ഒരുക്കിയിരിക്കുന്ന വിഷുക്കണി കാഴ്ചയിലൂടെ സമൃദ്ധിയും ഐശ്വര്യവും വരും തലമുറയ്ക്ക് പകരുകയെന്ന തത്വമാണ് വെളിവാക്കുന്നത്. കാലവ്യതിയാനത്തിലും കാലാവസ്ഥാ വ്യതിയാനത്തിലും കാലം തെറ്റിവരുന്ന ഋതുഭേദങ്ങളിലും വിഷുപക്ഷി പാടുന്നത് കാതോർത്തിരുന്നാൽ നമുക്ക് കേൾക്കാം. വിത്തും കൈക്കോട്ടും കള്ളൻ ചക്കേട്ടു. വിഷുപ്പിറ്റേന്ന് പാടത്ത് വിത്തിറക്കിയാൽ സമ്പൽ സമൃദ്ധമായ വിളവെടുക്കാമെന്നാണ് പറയുന്നത്. ഒരു വിഷുവിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ലഭ്യമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ സർവമംഗളങ്ങളും നേർന്നുകൊണ്ട് വിട പറയട്ടെ.